ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മുന്നത്തെ വീഡിയോയിട്ട് ലോങ് വീഡിയോസ് ഇട്ടിരുന്നതല്ല ന്യൂസിലാൻഡ് പ്രോസസിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. ആദ്യം എന്റെ പ്രൊഫൈലിനെ പറ്റി പിന്നെ വിസ ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോൺ പ്രോസസിങ് വീഡിയോ ഇടാവുന്ന, അതായത് നമ്മൾ ബാങ്കിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ആദ്യമേ തന്നെ ഞാൻ പറയാം, ലോൺ പ്രോസസിംഗ് എന്ന് പറയുന്നത് ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിരുന്ന ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോ ബാങ്ക് ഓഫ് ബറോഡയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ ഐ തിങ്ക് സോ ഒരു പ്ലേസ് അനുസരിച്ച് പോലും ചിലപ്പം പ്ലേസ് അനുസരിച്ചാണോ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണോ എന്നറിയില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ചിലതിൽ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ എന്റെ വീഡിയോ മാത്രം കേട്ട് വിശ്വസിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് പ്രോസസ് എന്ന് വിചാരിക്കേണ്ട. ബിക്കോസ് ഓരോരുത്തരും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തരും ലോൺ പ്രോസസ് കേട്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയായിരുന്നു. ചിലർ SBI നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക, ചിലരിപ്പോ വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഞാൻ റിസർച്ച് ചെയ്ത് പ്രോസസ് ചെയ്ത് ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാവരും ബാങ്കിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഓരോരുത്തരെ റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ബാങ്ക് എടുത്തത്. ഇറ്റ് ഡസൻ മീൻ ഇതില് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മെയിൻലി നോക്കിയത് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ നോക്കിയത് മാർജിൻ ആയിരുന്നു. കാരണം മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടെ പൈസ ഇടണം. സോ മാർജിൻ ഒക്കെ വരുന്ന ഒരു 10 to 15 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബാങ്ക്. അപ്പൊ എന്റെ ബാങ്കിനൊക്കെ ഒരു 10% ഉണ്ടായിരുന്നു. മാർജിൻ നോക്കിയിട്ടാണ് എടുത്തത്. എന്താണ് മാർജിൻ എന്നും എങ്ങനെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയാം. ലോൺ പ്രോസസിംഗിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നും എങ്ങനെയാണ് എന്റെ പ്രോസസ് നടക്കുന്നതെന്നും എത്ര ടൈം വരെ എടുക്കും എന്നുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ ഞാൻ പറയാം. അത് വിസയുടെ കൂടെയുള്ള പ്രോസസ് ആയിട്ടായിരിക്കും പറയാ. അതായത് നമുക്ക് വിസയുടെ ഡോക്യുമെന്റ്സും ഇതിന്റെ ഇടയിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ലോൺ പ്രോസസിംഗിന്റെ ഇടയിൽ കുറച്ച് ടൈം കിട്ടുന്ന ടൈമിൽ വേണം എല്ലാ ഡോക്യുമെന്റ്സും പ്രിപ്പയർഡ് ആയിരിക്കുക. സ്റ്റിൽ നമുക്ക് പല കാര്യങ്ങളും പിന്നെ ഓടേണ്ടി വരും. എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ എനിക്ക് അവസാന നിമിഷങ്ങളിൽ കുറെ സർപ്രൈസസ് ഉണ്ടായിരുന്നു. പലതിനും നമുക്ക് ഓടേണ്ടി വരും. നമ്മളങ്ങനെ ഓടിക്കുന്നതല്ല, ബട്ട് പല കള്ളത്തരങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര ചെക്കിംഗ് ആൻഡ് പ്രോസസിംഗ് ആണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് നമുക്ക് കുറച്ച് സെക്ഷൻസിലേക്ക് കിടക്കാം. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ബാങ്ക് ലോണിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം പറയാം. പിന്നെ അതിന് എന്തൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയാം. അത് കഴിഞ്ഞ് എന്തൊക്കെ എക്സ്പെൻസസ് അതിനകത്ത് കവേർഡ് ആയിരുന്നു, എത്ര ടൈം എടുക്കും ഇതിന്, മാർജിൻ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളായിരിക്കും തന്നെ കൂടുതൽ പറയാം. ആദ്യമേ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇപ്പൊ നാട്ടിൽ കിട്ടുന്ന എഡ്യൂക്കേഷൻ ലോൺ പോലെ അല്ല ഗ്ലോബൽ സർവീസ് എഡ്യൂക്കേഷൻ ലോൺ വരുന്നത്. അതായത് അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് വേറെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, സ്കീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ കൊളാട്രൽ ലോൺ കിട്ടും എന്നൊക്കെ പലയിടത്തും പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ് ടു 40 lakhs നോൺ കൊളാട്രൽ ലോൺ കിട്ടും എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നോൺ കൊളാട്രൽ ലോൺ മോസ്റ്റ്ലി 7 ലക്ഷം വരെയുള്ള ലോൺ ആയിരിക്കും. അത് കിട്ടുന്നത് ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലാണ്. ഇപ്പൊ 7 lakhs തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. 7 lakhs വരെ ആയിരിക്കും. അത് ഇന്ത്യയിലെ ഒരു ഇതിനാണ്. പക്ഷെ നമ്മൾ അബ്രോഡ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറും, നമ്മുടെ റീപേയ്മെന്റ് സ്കീം മാറും, എല്ലാം മാറും. ക്രെഡിബിലിറ്റി കൂടുതൽ വേണം, നമ്മുടെ ഇവാലുവേഷൻ കൂടുതലായിരിക്കും, ഇതെല്ലാം കൂടുതലായിരിക്കും. കാരണം നമ്മുടെ അമൗണ്ട് അത്ര ഹ്യൂജ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, ബട്ട് മാർജിൻ കുറഞ്ഞിട്ട്, മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർജിന്റെ കാര്യങ്ങൾ ഞാൻ പതുക്കെ മാറ്റി വയ്ക്കാം, പിന്നെ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനോ. സോ മാർജിൻ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ വന്ന കാര്യം കൂടെ പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ലോൺ കിട്ടുമോ ഇല്ലെന്ന് ആദ്യം അറിയണമല്ലോ, എന്നാലല്ലേ നമുക്ക് ലോണിന് വെച്ചിട്ട് ബാക്കി മാർജിന്റെ കാര്യമൊക്കെ അന്വേഷിക്കേണ്ടുള്ളൂ. സോ നമുക്ക് ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ്, നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കാനാണ് പോകണമെങ്കിൽ ഒരു ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് മെയിൻ. നിങ്ങൾ വിസ പ്രോസസിംഗ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും കോളേജിൽ അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒബ്വിയസ്ലി മലയാളത്തിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും. പക്ഷെ ദുബായിലൊക്കെ ജനിച്ചു വളർന്നവരൊക്കെ ഉണ്ടാവും. സെൽഫ് സിറ്റിസൺഷിപ്പ് ഇന്ത്യ തന്നെ ആയിരിക്കും. ബട്ട് അപ്പം ഇന്ത്യയിൽ ഇപ്പം എനിവേ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദാറ്റ്സ് അനദർ എലിജിബിലിറ്റി. അത് മോസ്റ്റ്ലി എല്ലാവരും അത് തന്നെ ആയിരിക്കും. പിന്നെ
18 വയസ്സിന് മുകളിലായിരിക്കണം. 18 years above ആണെങ്കിൽ ലോൺ കിട്ടുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് വേണമെങ്കിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് വേണമെങ്കിൽ മാസ്റ്റേഴ്സിനും PhD ആണെങ്കിൽ PhDക്കും ഇത് ഒപ്പിക്കാം. നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാം. ഇനി വേണ്ടത് ഇവര് ഞാൻ ഓർത്തിരുന്നത് എന്റെ ആകെ പാസ്പോർട്ടും ഓഫർ ലെറ്റർ മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, നമുക്ക് ഗുഡ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അവർ നോക്കും. കാരണം അവർ നോക്കുന്നത് നമ്മൾ കോഴ്സിന് ഒരു സ്റ്റഡിക്കാണ് പോകുന്നത്. നമ്മളത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇവർ റീപേ ചെയ്യാൻ നേരത്തെ പൈസ ഉണ്ടാക്കി തരുമോ എന്നിവർക്ക് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് അക്കാഡമിക് സ്കോറിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ ഗുഡ് അക്കാഡമിക് സ്കോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രിക്കും ഒരു എലിജിബിലിറ്റി ഉണ്ട്. 55% ആണ് മോസ്റ്റ്ലി എല്ലാത്തിനും മിനിമം എലിജിബിലിറ്റി ആയിട്ട് വരാറുള്ളത്. സോ 55% ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യു ആർ ടേക്കിംഗ്. നിങ്ങളുടെ മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് എനിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 60% ആയിരിക്കും. എന്റെ കോളേജിൽ ചിലപ്പോൾ 55 മതിയായിരിക്കും. ഈവൻ ഇൻ ഐ തിങ്ക് UK ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ദർ ആർ യൂണിവേഴ്സിറ്റീസ് വിച്ച് അക്സെപ്റ്റ് അപ് ടു 45 ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഏതൊക്കെയോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ്, അക്കാഡമിക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തു, നമ്മൾ ഓഫർ ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്തു, പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഓക്കെ. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈട് വെക്കണം. അതായത് ഈടെന്ന് പറഞ്ഞാൽ കൊളാട്രൽ. ഒരു കൊളാട്രൽ വെച്ചാലേ നമുക്ക് ലോൺ അവർക്ക് തരാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമുക്കൊരു കൊളാട്രൽ കാണിക്കാൻ ഉണ്ടായിരിക്കണം. ഒരു വീടോ പ്രോപ്പർട്ടി ആണെങ്കിൽ എത്രയോ സെന്റിന് വീട്ടിലാണെങ്കിലോ വെക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി അവർ ചോദിക്കുക ഇമ്മൊബൈൽ ആയിട്ടുള്ള, ശരിക്കും ഇമ്മോർട്ടൽ എന്നല്ലല്ലോ, എനിക്ക് ആ വാക്ക് ഓർമ്മ വരുന്നില്ല, ഇമ്മൊബൈൽ ആയിട്ടുള്ള ഇതായിരിക്കണം. എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. സോ പഴയ വീടോ പുതിയ വീടോ വീടിന്റെ ഇവാലുവേഷനോ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉള്ളത് നല്ലതായിരിക്കും. ബിൽഡിംഗ് പ്ലസ് ലാൻഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും മോസ്റ്റ്ലി കൊളാട്രൽ വെക്കാൻ നല്ലത്. പ്രോപ്പർട്ടി മാത്രം വെക്കാം, പക്ഷെ പ്രോപ്പർട്ടി ഭയങ്കരമായ പ്രോപ്പർട്ടി ആയിരിക്കണം. അതിന് നല്ല ഇവാലുവേഷനും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഇപ്പൊ എന്റെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ എന്റെ വീടും സ്ഥലവും കൂടെയാണ് ഞാൻ വെച്ചത്. എന്റെ വീടിരിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്, 4.5 സെന്റ് സ്ഥലമുണ്ട്. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചായിരുന്നു. ലൈക്ക് എന്റെ വീട് മേടിച്ചത് ഇത്ര രൂപയ്ക്കാണെന്നും, ഞങ്ങൾ പഴയ വീട് മേടിച്ചിട്ട് പുതുക്കി പണിയുക ചെയ്ത്. പഴയ വീടിന് ഇത്ര രൂപയുണ്ടായിരുന്നു മേടിച്ചപ്പോ, ഇപ്പോ അത് ഇത്രയാണ് അതിന്റെ ഇവാലുവേഷൻ. കാരണം നമുക്ക് ചുറ്റുമുള്ള വീടുകൾ വെക്കുന്നത് വെച്ചിട്ടോ സ്ഥലങ്ങൾ വിൽക്കുന്നത് വെച്ചിട്ടോ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ഇവാലുവേഷൻ നമുക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അവരടുത്ത്. പിന്നെ CA ഇവാലുവേഷന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ വിസ ഡോക്യുമെന്റ് പറഞ്ഞു. അതിനകത്ത് അവർ തന്നെ നമ്മളോട് വിളിച്ചു നോക്കിയോ എത്രയൊക്കെ ഉണ്ട് ഇവാലുവേഷൻ. അതും നമുക്ക് അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ അത് പറയാ. പിന്നെ ബാങ്കുകാരോട് ഇത് പറയാ, ഇങ്ങനെയൊക്കെയാണ് ഇവാലുവേഷൻ. പിന്നെ മാക്സിമം കൂട്ടിയിടാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ കൂട്ടിയിടാം. ഈ ലോണെല്ലാം നമ്മളെ തിരിച്ചടയ്ക്കണം. നിങ്ങളുടെ ഇപ്പൊ പൈസ ഉണ്ട്, ലൈക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പൈസയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ലിവിംഗ് എക്സ്പെൻസ് ഉൾപ്പെടെ ഞാൻ ലോണിലായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം മാർജിൻ കുറയ്ക്കാനായിരുന്നു നോക്കിയിരുന്നത്. കാരണം എന്റെ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നില്ല. സോ മാർജിൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ലോണിൽ വേണം എന്നുള്ളത് കൊണ്ട് അതിന്റെ ഇവാലുവേഷനും കൂട്ടിക്കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവരടുത്ത് കോൺടെസ്റ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പം നമുക്ക് വേണ്ടത് മെയിൻ കൊളാട്രൽ ആണ്. നല്ലൊരു കൊളാട്രൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം കാർ കയറുന്ന വീടാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഏരിയയിലാണെങ്കിൽ, ടൗണിലാണ് അല്ലെങ്കിൽ സിറ്റിയിലാണെങ്കിലൊക്കെ അതിന്റെ ഇവാലുവേഷൻ എന്തുകൊണ്ട് കൂടുതലായിരിക്കും. അപ്പം എന്റെ വീടിനകത്ത് കാറൊക്കെ കയറുന്ന വീടായിരുന്നു. ഒരുപാട് റോഡിൽ നിന്ന് ഒരുപാട് ദൂരം ഇല്ലാത്ത വീടായിരുന്നു, 500 മീറ്റർ അകത്തായിരുന്നു. സോ അവരതൊക്കെ കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മളല്ല നോക്കുന്നത്, അവരാണ് കേട്ടോ നോക്കുക. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് തിങ് ഈസ് യു ഷുഡ് ഹാവ് എ കോ-ബോറോവർ. കോ-ബോറോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരന്റ് ആയിരിക്കും മോസ്റ്റ്ലി കോ-ബോറോവർ ആയിരിക്കുക. എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് എന്റെ അച്ഛന്റെ പേരിലായിരുന്നു. അപ്പൊ മോസ്റ്റ്ലി കൊളാട്രൽ ആരുടെയാണോ അവരുടെ ആയിരിക്കും കോ-ബോറോവർ ആയിരിക്കും. അതായത് ഇപ്പം ബോറോവർ കാശ് അടയ്ക്കുന്നില്ലെങ്കിൽ കോ-ബോറോവർ ആണ് ഉത്തരവാദി. ഓക്കെ, പാവം എന്റെ അച്ഛൻ. ഞാൻ എന്തായാലും നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അത് തിരിച്ചടയ്ക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും അടയ്ക്കാൻ പറ്റും, നമുക്ക് നോക്കാം, അത് പിന്നെ പറയാം. അപ്പൊ കോ-ബോറോവർ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. കോ-ബോറോവർ എന്ന് പറഞ്ഞാൽ ഇതാണ്, തിരിച്ചടയ്ക്കാൻ നിങ്ങളിപ്പം ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ മരിച്ചു പോയാലോ, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതിരുന്നാലോ, നമ്മൾ ഇലോപ്പ് ചെയ്താലോ ഒക്കെ, ഇലോപ്പ് എന്ന് വെച്ചാൽ ഒളിച്ചോടി പോവുകയാണെങ്കിലോ ഒക്കെ വീട് കൊളാട്രൽ എടുക്കാനും
പിന്നെ അല്ലെങ്കിൽ ലോൺ റീപേ ചെയ്യാനുള്ള ഇതുണ്ടോന്ന് കോബോറോയുടെ അടുത്തായിരിക്കും നോക്കുക കേട്ടോ. ഇനി അടുത്ത റീപേയ്മെന്റ് കപ്പാസിറ്റി. റീപേയ്മെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടവിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ പേരൻസും ജോലി ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം ഇവർക്ക് ഇപ്പം എന്നെ കൊണ്ടും ഇവർക്കും എല്ലാം ലോൺ അടയ്ക്കാൻ പറ്റുന്നു. അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തിങ് ഇസ് പേരൻസിന്റെ ITR അങ്ങനെയൊക്കെ വെച്ചു. സെക്കൻഡ് തിങ് ഇസ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം പേ ഇത്രയാണ്. അപ്പം ഞാൻ ഇത്ര അവേഴ്സ് ജോലി ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടും, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേരൻസിന്റെ ITR, പേ സ്ലിപ്പ്, സാലറി സ്റ്റേറ്റ്മെന്റ് എല്ലാം മേടിച്ചു വെച്ചായിരുന്നു. പിന്നെ അടുത്ത തിങ് ഈസ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോർ വളരെ നല്ലതാണെങ്കിൽ മാത്രം ഐ തിങ്ക് 700 ആണെന്ന് തോന്നുന്നു ക്രെഡിറ്റ് സ്കോറിന് ഒരു മിനിമം ഇത് വേണ്ടത്. നല്ല ക്രെഡിറ്റ് സ്കോർ ആയിരിക്കണം. അതായത് നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡോ വേറെ ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ഇതെല്ലാം തിരിച്ചടവ് നല്ലതായിരിക്കണം. അതാണ് ക്രെഡിറ്റ് സ്കോർ കൊണ്ട് നോക്കുക. നമ്മൾ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോൾ അവര് നമ്മുടെ തിരിച്ചടവ് നമ്മൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്, എന്തെങ്കിലും ഡ്യൂ ഇട്ടിട്ടുണ്ടോ, ഇതെല്ലാം അവർ നോക്കും. കാരണം വലിയൊരു ലോണാണ് തരുന്നത്. അപ്പൊ ഇത് തിരിച്ചടയ്ക്കാൻ ഒരു കഴിവുണ്ടോന്നുള്ളത് അവരെന്തായാലും നോക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. അതായത് നമ്മളൊരു ബാങ്കിൽ പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഒരു നീണ്ട ഒരു 10-30 പേജുള്ള കുറെ ഒപ്പിടാനുള്ള പേജസ് ഉണ്ടായിരിക്കും. അത് മാനേജറിന് മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കും ഒപ്പിടേണ്ടത്. എന്റെ കൂടെ എന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഞാനും അച്ഛനും കൂടെ പോയാണ് അത് ഒപ്പിടുകയും, കാരണം ബോറോവർ കോബോറോവറും എല്ലാം ഒപ്പിടണം. സോ ഉത്തരവാദിത്തം രണ്ടുപേരും ഏറ്റെടുക്കാൻ പോണം. അപ്പൊ ഇതിനെല്ലാം ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഒപ്പിടണം കേട്ടോ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഡിപ്പെൻഡ്സ് ആൻഡ് വേരീസ് ഓൺ ഡിഫറെന്റ് ബാങ്ക്സ് ആണ്. അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. സോ ആദ്യമേ അക്കൗണ്ട് ഓപ്പണിംഗ് ആയിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്റെ ഉണ്ടായിരുന്ന FD എല്ലാം വേറൊരു ബാങ്കിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിനെല്ലാം ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്തായാലും ഡോക്യുമെന്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോമാണ്. അത് ഞാൻ പറഞ്ഞു ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എന്റെ ബാങ്കിനകത്ത് ഞാൻ എല്ലാം മോസ്റ്റ്ലി നമുക്ക് വാക്കിൻ തന്നെ ആയിരിക്കും കൂടുതൽ ചെയ്യാനുണ്ടാവുക. പിന്നെ എന്റെ ബാങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ദൂരെ ആയിരുന്നതുകൊണ്ടും വിളിച്ച് പല കാര്യങ്ങളും ഓൺലൈനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കുറെ നോക്കിയിട്ട് മെയിലിൽ പല കാര്യങ്ങളും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള ഓർമ്മകളിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് പല കാര്യങ്ങളും നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം നമുക്ക് എഴുതേണ്ടി വരും കേട്ടോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണ്ടു അല്ലെ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓപ്പൺ അല്ലായിരുന്നു. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ ലോൺ അക്കൗണ്ട് മാത്രം തുറക്കാനാണ് വന്നത്. അപ്പൊ ലോൺ അക്കൗണ്ട് തുറക്കണമെങ്കിൽ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ എനിക്ക് സേവിങ്സ് അക്കൗണ്ട് ഇല്ല ബാങ്ക് ഓഫ് ബറോഡയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് ഇത് ലോൺ അക്കൗണ്ടിലേക്ക് പോയത്. അപ്പൊ ഇനി ആദ്യം അവർ പറയാം, ബാങ്ക് ആദ്യം പറയുന്നത് വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറയും. ഓൺലൈൻ വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് മോസ്റ്റ്ലി മെയിൽ ആയിരിക്കും എല്ലാം അയക്കാൻ പറയാം. പക്ഷെ വാക്കിനായിട്ട് കുറെ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചില കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യണമെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് തന്നെ പോകണം. അപ്പൊ വിദ്യാലക്ഷ്മി പോർട്ടലിൽ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അപ്രൂവ് ആയി വരാൻ 2 ദിവസമൊക്കെ എടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ലോൺ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇപ്പൊ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി. ഇനി സേവിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ലോൺ അക്കൗണ്ട് ഡിഫറെന്റ്. അപ്പം എനിക്ക് സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്, അപ്പൊ ലോൺ അക്കൗണ്ടും ഉണ്ട്. ഞാൻ സേവിങ്സ് അക്കൗണ്ടിലാണ് എന്റെ FD എമൗണ്ട് എല്ലാം ഇട്ടിരുന്നത്. എന്റെ FD ഞാൻ വേറെ ബാങ്ക് അക്കൗണ്ടിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ എന്റെ ബാങ്ക് ഓഫ് ബറോഡയുടെ, കാരണം ഫീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ബാങ്ക് ഓഫ് ബറോഡയിൽ ട്രാൻസ്ഫർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലായിരുന്നു എല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് ഞാൻ മെയിൽ അയച്ചു, ലൈക്ക് എന്റെ ഇത്ര മാർജിൻ എമൗണ്ട് ഉണ്ട്. നമ്മൾ മാർജിൻ എമൗണ്ട് ആദ്യമേ കാണിക്കണം. കാരണം ഇവരെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ മാർജിൻ എമൗണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാർജിൻ എമൗണ്ട് ഉണ്ട് എന്ന് കാണിച്ചു. പിന്നെ അമ്മയുടെ PFന്റെ ഇതും ഉണ്ടാകും എന്ന് കാണിച്ചു. അപ്പൊ അത് അന്നേരം വരെ എടുത്തിട്ടില്ല. അത് PF അന്നേരം വരെ എടുത്തിട്ടില്ല. അത് PF നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും എടുത്ത് ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം മെച്യൂരിറ്റിയുടെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തില്ല. ആദ്യം ലോൺ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് കിട്ടുന്നു നോക്കിയിട്ട് ഇത് എടുക്കാമെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്.
എന്താണെങ്കിലും അപ്പം വിദ്യാലക്ഷ്മി പോർട്ടൽ അക്കൗണ്ട് തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് അവർ ചോദിക്കുന്നത് വിൽ ബി, ഇനി വിദ്യാലക്ഷ്മി പോർട്ടൽ ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും നമ്മുടെ പാസ്പോർട്ട്, പിന്നെ അവർ പറയും നമ്മുടെ പാസ്പോർട്ട് വേണം. ഒബ്വിയസ്ലി ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണമല്ലോ, പാസ്പോർട്ട് വേണം. പിന്നെ PT, ഞാൻ PT ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു IELTS വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ മെയിൽ അയച്ചു. എനിക്ക് കിട്ടിയിരിക്കുന്നത് PTE ആണ്. എനിക്ക് കോളേജിൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ഓഫർ ലെറ്ററും കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് PT അക്സെപ്റ്റഡ് ആണ് എന്റെ കൺട്രിയിൽ. PT മോസ്റ്റ്ലി അക്സെപ്റ്റഡ് അല്ല എല്ലാ കൺട്രിയിലും. സോ എല്ലാവരും IELTS ചോദിക്കുള്ളൂ, PT ആരും എന്ന് കേൾക്കാത്തതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു PT അക്സെപ്റ്റ് ചെയ്തത് കേട്ടോ. ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ ഓഫർ ലെറ്റർ എന്തായാലും അയച്ചു കൊടുക്കണം. ഓഫർ ലെറ്റർ എന്തായാലും വേണം. പിന്നെ പർപ്പസ് ഓഫ് ലോൺ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവര് പറയും ടു ബാങ്ക് മാനേജർ ഓഫ് ഇന്ന ബ്രാഞ്ച് ഫ്രം ഞാൻ, എന്നിട്ട് സബ്ജക്റ്റ് ആയിട്ട് എഴുതുകയാണ് ഞാൻ ഇന്ന കോളേജിൽ ഇന്ന കൺട്രിയിൽ പഠിക്കാൻ പോവുകയാണ്, എനിക്ക് ഇന്ന കോഴ്സാണ് എടുക്കേണ്ടത്, എനിക്ക് ഇത്ര എമൗണ്ട് മാർജിൻ ആയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കിതിന് ഇങ്ങനെ ഒരു ലോൺ വേണം, ഇത്ര എമൗണ്ടിൽ ഒരു ലോൺ, എമൗണ്ട് എഴുതിയില്ലായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ലോൺ വേണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാർജിൻ എമൗണ്ടിന്റെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റെസീപ്റ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാങ്കിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം തരും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം കുറെ കാണും, അത് ഫില്ല് ചെയ്യണം. അത് ബോറോറും കോബോറോറും എല്ലാം എല്ലാവരും ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ 8 എണ്ണം എന്തോന്ന് കൊണ്ടുപോയിരുന്നു, 4 എണ്ണം എന്തോ ഉപയോഗിച്ചുള്ളൂ എന്നാണ് കേട്ടോ എന്റെ ഒരു ഓർമ്മ. പിന്നെ ഓഫർ ലെറ്റർ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് എന്തായാലും ഓഫർ ലെറ്റർ വേണം. പിന്നെ ഏറ്റവും ഇതാണ് അക്കാഡമിക്സ് ഇല്ലേ, നമ്മള് ഗുഡ് അക്കാഡമിക് ഇതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അക്കാഡമിക്സിന്റെ ഇതും കൂടെ വേണം. അപ്പൊ അതും നമുക്ക് ജോയിൻ ചെയ്യണം കേട്ടോ. നല്ല വെയിലാണ്, ഒരു മിനിറ്റ്. അപ്പൊ അക്കാഡമിക്സ് നല്ലതായിരിക്കണം. അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 10th 12th ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി DCA ഞാൻ പഠിച്ച കേട്ടോ, സോറി ഞാൻ പഠിച്ചതിനകത്തുള്ളതാണ്. എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെക്കാം. അപ്പൊ DCA വെച്ചു. പിന്നെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് എല്ലാം വെക്കുക, നിങ്ങൾ ജോലി ചെയ്തിരുന്നതും അതിന്റെ പേ സ്ലിപ്സും ഒക്കെ വെക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ പാൻ കാർഡും അച്ഛന്റെ അമ്മയുടെ ആരുടെയാണ് കോബോറവർ അവരുടെ പാൻ കാർഡും വെക്കുക. പാൻ കാർഡ് ആകുമ്പോഴുള്ള നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിയാം, റവന്യൂ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, ടാക്സ് കാര്യങ്ങളൊക്കെ അറിയുന്നത് പാൻ കാർഡിലല്ലേ. അപ്പൊ പാൻ കാർഡ് രണ്ടുപേരുടെയും വെക്കുക. പിന്നെ ഏജ് ആൻഡ് ഐഡന്റിറ്റി പ്രൂഫ് ഞങ്ങളൊക്കെ വെച്ചത് ആധാർ കാർഡായിരുന്നു. എന്റെ അച്ഛന്റെ ആധാർ കാർഡിന്റെ കോപ്പി ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. പിന്നെ റെസിഡൻസ് പ്രൂഫ്, നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ടുള്ള റെസിഡൻസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. അതിന് ഒരു എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് അതിന് എന്താ അതിന്റെ ഡെഫിനിഷൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ നമ്മള് ഈ ലാൻഡ് പ്രോപ്പർട്ടി കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മള് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വെക്കണം, ഏരിയ സർട്ടിഫിക്കറ്റ് വെക്കണം. അതൊക്കെ ഏരിയ സർട്ടിഫിക്കറ്റും പിന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കാം. മാക്സിമം ഇതെല്ലാം ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് ഇംഗ്ലീഷിലല്ലെങ്കിൽ ഇമിഗ്രേഷന്റെ ടൈമിൽ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പം എന്തായാലും എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വെക്കുക, ഏരിയ സർട്ടിഫിക്കറ്റ് വെക്കുക, പൊസിഷൻ സർട്ടിഫിക്കറ്റ് വെക്കുക, ഈ 3 എണ്ണം വെക്കുക. പിന്നെ കരടച്ച രസീത് വെക്കുക, ലാൻഡ് ടാക്സ് റെസീറ്റ് വെക്കുക. നിങ്ങളുടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സ് റെസീറ്റ്, ടാക്സ് ഏരിയ ഉള്ളതിന്റെ ലാൻഡ് ടാക്സ് റെസീറ്റും രണ്ടും വെക്കുക. അതാണ് കരടച്ച രസീത് എന്ന് പറയും കേട്ടോ. അത് വെക്കുക, മാക്സിമം വെക്കുക. അത് അവർ ചോദിക്കും. പിന്നെയുള്ളത് ITR ഇൻകം പ്രൂഫ് കാണിക്കണം. അത് എന്റെ അച്ഛന്റെ ITR, എനിക്ക് ITR ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ ഫോം 16 അല്ലെങ്കിൽ ITR ഏതെങ്കിലും വെക്കാട്ടോ. അച്ഛൻ തന്നെ ആവണമെന്നില്ല കോബോറവർ, ആർക്കാണോ സാലറിഡ് ഇൻകം ഉള്ളത് അവർക്കാവാം. എന്റെ അവിടെ 2 പേരൻസിനും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ്, വീട് ആരുടെ പേരിലാണോ അവരായിരിക്കും കോബോറവർ ആയിരിക്കാം, കാരണം ഉത്തരവാദിത്വം വീട്. ഓക്കെ, അപ്പം അത് ഫോം 16 വെക്കാം അല്ലെങ്കിൽ ITR വെക്കാം കേട്ടോ. അപ്പം അത് 3 വർഷത്തെങ്കിലും വെക്കണം. ഇതെല്ലാം നോക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ എത്ര കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ഇതുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. ഇപ്പം എന്റേത് മെയിൻ ഇത് പ്രൊഫഷൻസ് പറഞ്ഞപ്പോ തന്നെ അവർ ഏകദേശം കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷെ ഇവർക്ക് പ്രൂഫ് ആയിട്ട് വെക്കണമല്ലോ. അപ്പൊ മാനേജർ ആദ്യമേ എന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രൊഫഷൻ ആയിരുന്നു ആദ്യം ചോദിച്ചത്. അപ്പൊ ഇന്നടുത്ത് വർക്ക് ചെയ്യണേന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ, പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നേ.
പിന്നെ ഞാൻ പറഞ്ഞ ITR വെക്കുക, സാലറി സ്ലിപ്പ് വെക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി മന്ത്ലി ക്രെഡിറ്റ് ആവുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഉള്ളത് ആധാരം. ആധാരം ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ കൊളാട്രൽ എന്ന് പറയുമ്പോൾ കൊളാട്രലിന്റെ മെയിൻ തിങ് ആധാരം വെക്കണം, പ്രോപ്പർട്ടി ഡീഡ്. പിന്നെ നിങ്ങളുടെ ബിൽഡിംഗ് പ്ലാൻ, നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് പ്ലാൻ വെക്കണം. അത് പഴയതും വെക്കണം, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതും വെക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു ചെറിയ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ പോലും അതും വെക്കുക. കാരണം ഇല്ലെങ്കിൽ ബാങ്കുകാർ പിന്നെ ഓടിക്കും. പിന്നെ ഉണ്ടെങ്കിൽ NOC എന്നൊരു സംഭവം ഉണ്ട്, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് എന്റെ അറിവ് ശരിയാണെങ്കിൽ, എനിക്ക് ഉറപ്പില്ല കേട്ടോ, ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. നമ്മൾ ഈ ബിൽഡിംഗ് ഇവിടെ വയ്ക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നൊക്കെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാന്നുള്ളത്. അതൊക്കെ എന്റെ വീട് പഴയ വീടായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ വീടാക്കിയപ്പോഴും മേടിച്ചിട്ടാണ് മെയിൻ്റെനൻസ് ചെയ്തത്, പുതിയ വീടാക്കിയപ്പോഴും. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. അപ്പൊ NOC എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ബിൽഡിംഗ് പ്ലാന് വെക്കുക കേട്ടോ. അതിങ്ങനെ ഒരു A3 വലിയ ഷീറ്റ് ആയിരിക്കും, പക്ഷെ അത് മടക്കി മടക്കിയാണെങ്കിലും കൊടുക്കണം കേട്ടോ. പിന്നെ ആധാർ ഒറിജിനൽ തന്നെ കൊടുക്കണം. പ്രിന്റ് എടുത്ത് വെക്കുക. നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഒരു കോപ്പി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആധാരം അവർക്കുണ്ടെങ്കിലും നമ്മുടെ ഒരു കോപ്പി വെച്ചേക്കുക. മാക്സിമം കളർ കോപ്പി തന്നെ വെച്ചേക്കാം. പിന്നെ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ആധാരമൊക്കെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ കീപ് ഇറ്റ് വിത്ത് യു. ഓക്കെ, നമുക്കത് ആവശ്യമുണ്ടല്ലോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് പ്രോസസിംഗിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ആയി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ചിലപ്പം ഡിപ്പെൻസ് ഓൺ ബാങ്ക് വേരി ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ബാങ്കിൽ വെച്ചിരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയണേ. എല്ലാം ഉണ്ട്. ഇനി ബാങ്കുകാരിപ്പം ഒരു ഇവാലുവേറ്റർ ഉണ്ട്. നമ്മുടെ ലാൻഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ പേര് എനിക്ക് കുറെ നാളായിട്ടോ, 8-9 ഒരു വർഷം ആവാറായി. അതുകൊണ്ട് എനിക്ക് അത്രയും ഓർമ്മ വന്നില്ല. ഞാന് ലാസ്റ്റ് ഡിസംബറിലാണ് ഈ വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നതും ലോൺ വെക്കുന്നതും ഒക്കെ. 23 ഒരു 25 ആയില്ല, അപ്പൊ കുറച്ച് ഓർമ്മയില്ല. അതാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലാൻഡ് ഇവാലുവേഷൻ റിപ്പോർട്ടാണ്. അതായത് കൊളാട്രൽ പറയുന്ന അനുസരിച്ചിട്ട് ഇത്ര ലോൺ ഇവർക്ക്. ഇനി നമുക്കിപ്പോ വേഴ്സ്റ്റ് കേസ് സിനാറിയോ ആണ് ഞാൻ പറയണേ. നമ്മുടെ കൊളാട്രൽ നമ്മൾ വെച്ചു, നമ്മൾ ലോൺ റീപേ ചെയ്തില്ല എങ്കിൽ, ഞാൻ ബാങ്കിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് കേട്ടോ, വെച്ചില്ല എങ്കിൽ നമ്മുടെ ഈ ബിൽഡിംഗ് വിറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലേലത്തിന് വെച്ചാലോ ഈ ലോണും പലിശയും എല്ലാം കൂടെ അവർക്ക് റീപെയ്ഡ് ആയിട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊളാട്രൽ വെക്കുന്നത്. അപ്പൊ ഈ കൊളാട്രൽ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചോദിച്ച ലോണ് 40 ലക്ഷമാണെന്ന് വെച്ചോ, എന്റെ വീടിനെ വിറ്റാൽ 40 ലക്ഷം കിട്ടുമോ എന്നാണ് അവര് ഇവാലുവേഷനിൽ നോക്കുന്നത്. 40 ലക്ഷം അല്ല, 40 ലക്ഷം പ്ലസ് അവരുടെ മുതൽ പലിശ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 50 അല്ല 60 ലക്ഷം രൂപ അവർക്ക് കിട്ടുമെന്നായിരിക്കും അവർ ചിലപ്പോൾ നോക്കാം. അപ്പോ ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവര്, അപ്പൊ ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവാലുവേഷൻ റിപ്പോർട്ട് ഇവര് തന്നെയായിരിക്കും ചെയ്യുക. അതിന് ബാങ്ക് ഒരു പ്രോസസിംഗ് ഫീ എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ മൊത്തത്തില് എത്ര ഫീസൊക്കെ ആയെന്നും കൂടെ പറയാട്ടോ. എന്റേതായ ചെലവായ പൈസയും അതെല്ലാം കൂടെ ആയിട്ട് പറയാം. കുഞ്ഞു കുഞ്ഞു പൈസ എന്ന് പറയുന്നത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 500 ഒന്നും കുഞ്ഞു പൈസ കാറ്റഗറിക്കകത്ത് പെടുത്താം കേട്ടോ. കാരണം 500 ലീസ്റ്റ് ചെലവാണ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ ഇടത്ത് ഉപയോഗിക്കേണ്ടി വരും. കാരണം നോട്ടറി ഒക്കെ ചെയ്യുമ്പോൾ 500 ആയിരിക്കും കൂടുതൽ ചെലവാകുക. പക്ഷെ അതിലും കൂടുതൽ പൈസ വേറെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കുറെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു 11,900 കേട്ടോ പ്രോസസിങ് ഫീ ആണ്. അതിൽ 10,000 ആണ് ഇവർക്ക് എടുക്കുന്നതും ബാക്കി എമൗണ്ട് ഇവരെ പ്രോസസിങ് ഫീ ആണെന്ന് പറഞ്ഞിട്ട് ഇവരെടുത്തായിരുന്നു. പ്രോസസിങ് ഫീ അത്രയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ കൺട്രി, ഞാൻ വന്ന കൺട്രിയിൽ ഞാൻ എല്ലാ കൺട്രീസും കൂടെ മാച്ച് ചെയ്താട്ടോ പറയുന്നത്. ഇപ്പൊ കാനഡയിലൊക്കെ ആണെങ്കിൽ നമ്മൾ GIC എമൗണ്ട് ഒക്കെ ആദ്യമേ ട്രാൻസ്ഫർ ചെയ്യണം. GIC എമൗണ്ട് എന്ന് പറയുമ്പോൾ ലിവിങ് എക്സ്പെൻസ്, അത് നമ്മൾ ആദ്യമേ ട്രാൻസ്ഫർ ചെയ്യണം. ബട്ട് ഇവിടെ ഇപ്പം നമ്മൾ ന്യൂസിലാൻഡോ അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയയിലും അങ്ങനെ ഞാൻ തോന്നുന്നു, നമ്മൾ ആദ്യമേ ഫീസോ ട്യൂഷൻ ഫീസോ ലിവിങ് എക്സ്പെൻസോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്കുകാരുടെ ആദ്യമേ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഇത് സാങ്ഷൻ ലെറ്റർ മതി. അപ്പൊ ഇവര് ഇവാലുവേഷൻ റിപ്പോർട്ട് നോക്കി ഒരു 2 to 3 months എടുത്തു ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ലെറ്റർ സാങ്ഷൻ ആയി ഹെഡ് ഓഫീസിൽ നിന്ന് വരാൻ.
അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്രാഞ്ച് ആയിരിക്കില്ല നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് അവർക്ക് അപ്രൂവൽ കിട്ടി വരേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും, വലിയ എമൗണ്ട് അല്ലേ. അങ്ങനെ ഈ ഇത് നമ്മൾ ആധാരം വെച്ചു, ഇതെല്ലാം വെച്ചു, ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഏറ്റവും ആദ്യം ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിക്കാം. അതും ഡിപ്പെൻഡിങ് ഓൺ ബാങ്ക് ആണ് കേട്ടോ. ചില ബാങ്ക് ചിലപ്പം ഇത്ര അക്സെപ്റ്റ് ചെയ്യില്ല. എന്നാലും ഞാൻ പറയാം, നമ്മുടെ എക്സ്പെൻസസ് എന്തൊക്കെയാണത് മീറ്റ് ചെയ്യുന്നത് നമുക്ക് ബാങ്കുകാരോട് ചോദിക്കാം. ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസ്, ബുക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്, പിന്നെ ലാപ്ടോപ്പ് അതിന്റെ എക്സ്പെൻസസും, ഇൻഷുറൻസ്. എന്റെ കോളേജിനകത്ത് അവര് ട്യൂഷൻ ഫീസിനകത്ത് തന്നെ എന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു $1,000-something അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഫീസ് $45,000 ആയിരുന്നു. അതിന്റെ കൂടെ ഈ ഇൻഷുറൻസും കൂടെ വന്നിട്ട് $47,000 ആയിരുന്നു കേട്ടോ, ലൈക്ക് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അത്രയായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് സാങ്ഷൻ ലെറ്റർ കിട്ടി. ബാങ്കിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നത് ഷുഡ് ബി നമ്മുടെ അമൗണ്ട് കടന്നതിൽ തൊട്ട് നമ്മൾ എത്ര നാള് മുന്നേ ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടോ അത് തൊട്ട്, ലോൺ പ്രോസസ് ആയത് തൊട്ട്, ലോൺ എമൗണ്ട് വന്ന് വീണത് തൊട്ട് എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. എനിക്ക് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 months 4 months ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആവശ്യം വന്നുള്ളൂ. കാരണം വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഞാൻ അക്കൗണ്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലവർക്കൊക്കെ AIP കിട്ടിക്കഴിഞ്ഞിട്ട് വിസ വെച്ച AIPക്ക് മുന്നേ തന്നെ അവർ ബാങ്കിൽ വേറെ എന്തോ ട്രാൻസാക്ഷൻസ് നടന്നപ്പോൾ ഇവരിട്ടിരുന്ന മാർജിൻ എമൗണ്ട് ഇല്ല, അതായത് FD മെച്യൂരിറ്റി ഇട്ടിരുന്ന എമൗണ്ടിൽ നിന്നും പൈസ പോയതായിട്ട് പിന്നെ അവർക്കത് കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു അവർക്ക്. കാരണം മെച്യൂരിറ്റി പിന്നെ 6 months മെച്യൂരിറ്റിയിലിട്ട എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വിസയ്ക്ക് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ എന്താ 6 months മെച്യൂരിറ്റി ഇല്ല ഇനി ഒരു ഫണ്ടിന്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അവർ ഭയങ്കരമായിട്ട് നോക്കും. അപ്പൊ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കും. മാക്സിമം അതിന് വേണ്ടി തന്നെ വേറൊരു അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ICICI ബാങ്കും PNB ഒക്കെ ആയിരുന്നു എൻ്റെ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നത്. ഞാൻ അതിലൊന്നിലും അല്ലാതെ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തു. സോ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഏത് ബാങ്ക് ചൂസ് ചെയ്യണം. ഞാൻ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബാങ്ക് ഓഫ് ബറോഡ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകുന്ന ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ ലോൺ റീപേ ചെയ്ത് തുടങ്ങിയില്ല. എന്നെ കുറെ ഓടിച്ചതാണ്. ചിലപ്പോൾ ബ്രാഞ്ചിന്റെ ആയിരിക്കാം, ചിലപ്പോൾ ബാങ്കിന്റെ ആയിരിക്കാം, അറിയില്ല. ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ഡിഫറെന്റ്. വേറൊരാള് എനിക്ക് തോന്നുന്നു SBIയിലാന്ന് തോന്നുന്നു, SBIയിലോ എവിടെയോ പോയിട്ട് അതിനും അവർക്കും ഒരുപാട് ഡിലേസ് ഉണ്ടായി. സോ ഡിലേ ഉണ്ടാവും, കാരണം ഭയങ്കരമായ റഷ് അല്ലേ ഇതിന്. അപ്പോൾ ലോൺ പ്രോസസ്സിങ് ഇത്ര വലിയ എമൗണ്ട് കൂടെയാണ്. അവർക്ക് ഒന്നും നോക്കാതെ നമുക്ക് ലോൺ ഇത്ര എടുത്തിട്ട് അയലത്തെ വീട്ടിലെ കൊച്ചല്ലേ കുറച്ച് ലോൺ എടുത്ത് കൊടുത്തേക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ദേ ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ പ്രോസസ്സസ്. അപ്പം കുറച്ച് ടൈം എടുക്കും. എന്താണേലും സാങ്ഷൻ ലെറ്റർ എനിക്ക് കൈ കിട്ടി, സാങ്ഷൻ ആയ എമൗണ്ടും കൈ കിട്ടി. ഞാൻ പിന്നെ മാനേജറോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ലാപ്ടോപ്പിന്റെയും ഫ്ലൈറ്റിന്റെയും ഒക്കെ എക്സ്പെൻസ് കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എനിക്ക് ഇത്ര എമൗണ്ട് ആണ് വേണ്ടത്, എന്റെ മാർജിൻ എമൗണ്ട് ഇത്രേ ഉള്ളൂ. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ആളോട് പറഞ്ഞു കേട്ടോ. അയാൾ നല്ല ആളായതുകൊണ്ടാണ് എനിക്ക് ഒരു ഇവാലുവേഷൻ, വലിയ ഇവാലുവേഷൻ തന്നത്. എനിക്ക് 42 lakhs സംതിങ് ആയിരുന്നു ഇവാലുവേഷൻ തന്നിരുന്നത്. 42 lakh ഇവാലുവേഷൻ ആണെന്ന് പറഞ്ഞിട്ട് 42 lakhs നമുക്ക് സാങ്ഷൻ തരില്ല കേട്ടോ. എനിക്ക് സാങ്ഷൻ ആയ എമൗണ്ട് 37 lakhs സംതിങ് ആയിരുന്നു. ബാക്കി നമ്മുടെ മാർജിനിൽ നിന്ന് പിടിക്കും. അപ്പം ഞങ്ങൾക്കിപ്പം AIP ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ, അതായത് നമ്മുടെ ഒരു കണ്ടീഷണൽ വിസ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബാങ്കിന് മെയിൽ അയക്കണം. അപ്രൂവൽ പ്രിൻസിപ്പിൾ കിട്ടി, അതായത് വിസ കിട്ടി, ഇനി എനിക്ക് ഫീസ് അടയ്ക്കണം, എന്റെ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. അത് കണ്ടീഷൻ ഓഫ് വിസയ്ക്കകത്ത് AIPക്കകത്ത് വരും. അപ്പൊ എന്റെ AIPക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ FTSഉം ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അപ്പം AIPയുടെ ലെറ്റർ, എന്റെ ഓഫർ ലെറ്റർ, പിന്നെ ഇത്രയായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെനിക്ക് ഫണ്ട് നമുക്ക് അബ്രോഡ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അക്കൗണ്ടിൽ നിന്നല്ലേ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുകൊണ്ടൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഔട്ട്വേർഡ് റെമിറ്റൻസ് ആപ്ലിക്കേഷൻ ഡിക്ലറേഷൻ എന്നാണ് കേട്ടോ സാധനം. അപ്പൊ ആ സാധനം ഫില്ല് ചെയ്ത് കൊടുത്തു ഞാൻ. എനിക്ക് ഓൺലൈൻ തന്നെയായിരുന്നു വന്ന്, ഞാനത് പ്രിന്റ് എടുത്ത് ഒപ്പിട്ടിട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് കയറ്റി വിടുമായിരുന്നു. കാരണം ഞാൻ പറയല്ലേ ഡിസ്റ്റൻസ്.
അത് കഴിഞ്ഞ് അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അവരതിന് എന്റെ ഫണ്ടിനെ ആദ്യം എന്റെ അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തു, എന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡയുടെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തതിനു ശേഷം എന്റെ മാർജിൻ എമൗണ്ടും ഇത് ലോൺ എമൗണ്ടും മിക്സ് ചെയ്തിട്ട് അവർ മാർജിൻ നോക്കി എത്ര എമൗണ്ട് ആണെന്ന് നോക്കിയിട്ട് ഇത്രയും എമൗണ്ട് അവര് കോളേജിലേക്ക് അയച്ചു. കോളേജിന്റെ ഓഫർ ലെറ്ററിൽ തന്നെ കാണും നിങ്ങൾക്ക് വിസ കിട്ടുകയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ എൻ്റെ ഞാൻ അങ്ങനെ അയച്ചു. എനിക്കപ്പോ ഐ തിങ്ക് ഒരു 22 lakhs സംതിങ് ആയിരുന്നു എനിക്ക് ഫീസ് മാത്രം അന്നത്തെ കൺവെർഷൻ ആയിരിക്കും ബാങ്ക് നോക്കുക. ഞാൻ 52 കൺവെർഷൻ വെച്ചിട്ടാണ് ലോൺ സാങ്ഷൻ ചെയ്യാൻ നേരത്ത് ചോദിച്ചത്. അന്ന് കൺവേർഷൻ വാസ് 50 സംതിങ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വിന്റർ ടൈമിൽ വരാതിരിക്കാൻ നോക്കട്ടെ, കാരണം വിന്റർ ടൈമിൽ കൺവേർഷൻ ഭയങ്കര കൂടുതലാണ്. 51 വരെയൊക്കെ പോകും. നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ ഇത്രയും നമ്മുടെ പൈസയല്ലേ പോകുന്നത്. മാക്സിമം ഏപ്രിൽ ഫെബ്രുവരി ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഒരു 48 ഒക്കെ ആയിരിക്കുള്ളൂ കൺവേർഷൻ. 48 rupees ഒക്കെ ആയിരിക്കുള്ളൂ കൺവേർഷൻ. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 50 ആണ്. 2 രൂപയുടെ വ്യത്യാസമുള്ളൂ എങ്കിലും ഇത്രയും എമൗണ്ട് ബൾക്കിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് എമൗണ്ട് മാറുമായിരുന്നു കേട്ടോ. അപ്പം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്യൂഷൻ ഫീസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ എനിക്ക് AIP വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ അക്കൗണ്ട് ANZ അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. വിസ FTS ചോദിക്കുകയാണെങ്കിൽ ANZ ഇവിടെ അക്കൗണ്ട് തുടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ ANZ അക്കൗണ്ട് നേരത്തെ തുടങ്ങിയായിരുന്നു. 1 week എടുത്തു ANZ അക്കൗണ്ട് തുടങ്ങി വരെ. അതിനുശേഷമാണ് ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്തത്. ഇമിഗ്രേഷന്റെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് 20,000 ആണ് പെർ ഇയർ എക്സ്പെൻസ്. ആൻഡ് അതിന് ഫസ്റ്റ് ഇയർ എക്സ്പെൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രൂഫായിട്ട്, അതായത് ഇത്ര എമൗണ്ട് ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെ അറിയേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇമിഗ്രേഷന്റെ സൈറ്റിലും ഒരു സ്റ്റുഡന്റ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അതിൻ്റെയൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. 20,000 ഫസ്റ്റ് ഇയർ ഓഫ് ലിവിങ് എക്സ്പെൻസ് ഓർ വേറെ എന്തോന്നുണ്ട്. അത് വിച്ച് ഓവർ ലോങ്ങർ വിച്ച് ഓവർ ഷോർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെത് 1 year ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്തു, ട്യൂഷൻ ഫീസ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റെമിറ്റൻസ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി മെയിൻ തിങ് നമ്മളെ ബാങ്കിൽ നിന്ന് മേടിക്കേണ്ടത് TT കോപ്പി എന്നൊരു സാധനമുണ്ട്. അതായത് ട്രാൻസ്ഫർ റെസിപ്റ്റ്. ഇവർ ഇവിടെ നിന്ന് ഈ എമൗണ്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തെന്ന് ആ ഒരു ട്രാൻസ്ഫറിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അത് ആവശ്യം. TT കോപ്പി ബാങ്കിൽ നിന്ന് മാക്സിമം മേടിക്കാം. TT കോപ്പി മേടിക്കാം, ഓഫർ ലെറ്റർ മേടിക്കാം, ലോൺ ഡിസ്പേഴ്സ്മെന്റ് ലെറ്റർ മേടിക്കാം. അത് ആദ്യമേ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ലോൺ ഡിസ്പേഴ്സ്മെന്റ് ലെറ്റർ ആദ്യമേ മേടിക്കാൻ പറ്റില്ല. പക്ഷെ വിസയ്ക്ക് അയക്കുന്ന സമയത്ത് നമുക്ക് സാങ്ഷൻ ലെറ്റർ വെക്കാം. ബട്ട് AIP കിട്ടി വിസ ഇത് ചെയ്യുന്ന സമയത്ത് ഫണ്ട് ഡിസ്പേഴ്സ് ആയി എന്നുള്ള പേപ്പർ, അവിടെ കിട്ടി എന്നുള്ള പേപ്പർ, ഇത്ര എമൗണ്ട് ഇപ്പോഴും ബാങ്കിൽ ഉണ്ട് എന്നുള്ള പേപ്പർ, ഇത്രയും ഉണ്ടായിരുന്ന ഇടയിലുണ്ടായിരുന്ന ബാങ്ക് ട്രാൻസ്ഫേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, ഇതെല്ലാം വെക്കണം. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് അങ്ങനെ അവിടെ കഴിയും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മാക്സിമം ഫ്ലൈറ്റും AIP കിട്ടുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വിസ കിട്ടാൻ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചിലർക്ക് വരുന്ന വെച്ചാൽ ഇന്ത്യക്ക് തൊട്ടടുത്തായിരിക്കും ചിലപ്പോൾ AIP കിട്ടുക. അപ്പോൾ അവർക്ക് വരാൻ പറ്റുമില്ല, തട്ടിടത്തോണ്ട് ബുക്ക് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ അല്ല, എനിക്കൊക്കെ 2 weeks 3 weeks ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ. പിന്നെ അവരൊരു ഡെഡ് ലൈൻ തരും, അതിനകത്ത് വേണം നമ്മൾ ഇതെല്ലാം ചെയ്തു തീർക്കാൻ കേട്ടോ. അപ്പം ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ വിസയ്ക്കും കൂടെ അപ്ലൈ ചെയ്യണം. അതായത് AIP കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണലിൽ നിന്ന് അൺകണ്ടീഷണൽ വിസയിലേക്ക് മാറിയാലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. AIP വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ TT കോപ്പി ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന്റെ പരിപാടികൾ തീരും. നമുക്ക് പിന്നെ ഇതിന്റെ ഇടയിലെല്ലാം കുറെ ഡിക്ലറേഷൻ ഫോംസ് ഒപ്പിടാൻ കാണും കേട്ടോ. അതെല്ലാം നമ്മൾ ഒപ്പിടേണ്ടി വരും. സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് സാങ്ഷൻ ലെറ്റർ ചിലപ്പം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി രണ്ടും ഉണ്ടായിരുന്നു. സോ എൻ്റെ ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് ആയിരുന്നു. ഇമിഗ്രേഷനിൽ നിങ്ങൾ വെക്കുന്ന എല്ലാം ദൈവത്തെ ഓർത്ത് നോക്കുക, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റഡ് ആയിരിക്കണം. എല്ലാ ഡോക്യുമെന്റ്സും വാട്ട് എവർ യുവർ കീപ്പിംഗ്. ഞാൻ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്ന വിസ ഡോക്യുമെന്റ്സിന്റെ വിസ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് എല്ലാ ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ള അതെല്ലാം ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റഡ് ആയിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയാണ് ബാങ്കിന്റെ റോള് വരുന്നത്. നമുക്ക് അങ്ങനെ വിസ കിട്ടും. ഓക്കെ, അപ്പോൾ വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ട പരിപാടികളാണ്.
അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്റെ ന്യൂസിലാൻഡ് ജേർണിയാണ് കുറെ പറഞ്ഞത്. ഞാൻ ആലോചിക്കുന്നത് ഇനി അടുത്ത വീഡിയോയില് ഞാൻ മേടിച്ച സാധനങ്ങളും അങ്ങനത്തെ ലിസ്റ്റുകൾ വേണോ, അതോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്ന പാർട്ട് ടൈമിന്റെ റിയാലിറ്റി അതിനെ കുറിച്ചൊക്കെ ഇടാമെന്ന് ആലോചിക്കുന്നുണ്ട്, ഒരു ലോങ് വീഡിയോ. എന്താണ് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വീഡിയോ കാണണമെങ്കിൽ ഷുഡ് ബി ലൈക്ക് പാർട്ട് 1, 2, 3 പോലെയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഇത്. പിന്നെ ലോൺ പ്രോസസ്സിംഗ് മാത്രം അറിയണമെന്ന് പറഞ്ഞൊരു ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ്, പാർട്ട് ടൈം ജോലി എങ്ങനെയാണ്, ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു.